സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഖുർആൻ പഠന രംഗത്ത് പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരെ, ഉസ്താദുമാരെ, പരിശുദ്ധ ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട് നാം അറിയേണ്ടതായ വളരെ അടിസ്ഥാന നിയമങ്ങൾ, വളരെ പ്രാഥമികമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് മഖാരിജും സിഫാത്തും. മഖാരിജുൽ ഹുറൂഫ് വ സിഫാത്തുഹ, അക്ഷരങ്ങളുടെ മഖ്റജുകളും അവയുടെ സ്വരവിശേഷണങ്ങളും. ഇതുമായി ബന്ധപ്പെട്ട് നാം പല കാര്യങ്ങളും സൂചിച്ചു, മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ഇന്നത്തോടുകൂടി നമ്മുടെ ഈ ദൗറ, ഈ മഖാരിജ് സിഫാത്തിനെ കുറിച്ചുള്ളതായ നമ്മുടെ ഈ ക്ലാസ് അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. മഹാനായ ഇമാം ഇബ്നുൽ ജസരി റഹിമഹുള്ള പറയുകയുണ്ടായി, മുകമ്മിലൻ മിൻ ഗൈരി മാ തകല്ലുഫി ബിൽലുത്ഫി ഫിൻ നുത്ഖി ബിലാ തഅസ്സുഫി വലൈസ ബൈനഹു വബൈന തർക്കിഹി ഇല്ലാ റിയാദതു ഇംറിഇൻ ബിഫക്കിഹി. ഈ മഖാരിജും സിഫാത്തും അതുപോലുള്ള തജ്വീദ് നിയമങ്ങൾ, അഹ്കാമുകൾ, ഇവയെല്ലാം പൂർത്തിയാക്കി വളരെ ഭംഗിയായി പാരായണം നിർവഹിക്കേണ്ടതാണ്. മിൻ ഗൈരി മാ തകല്ലുഫി, ഒരു തകല്ലുഫ് ഇല്ലാതെ, ഒരു പ്രയാസപ്പെടൽ, ഒരു കീർത്തിച്ച് ചെയ്യാന്ന് പറയല്ലോ, ഉണ്ടാക്കി ചെയ്യുക, ഒരു എന്താ പറയാ, ഒരു തകല്ലുഫ്, ഒരു പ്രയാസപ്പെടലില്ലാതെ. അതുപോലെ വളരെ എളുപ്പത്തിൽ, ലോലമായ, വളരെ എളുപ്പത്തോടുകൂടി പാരായണ ഉച്ചാരണത്തിൽ അങ്ങനെ ഒരു പ്രയാസപ്പെടൽ ഇല്ലാത്ത വിധത്തിലായിരിക്കണം പാരായണം നിർവഹിക്കേണ്ടത്, പൂർത്തിയാക്കേണ്ടത്. ഇത് രണ്ടിനുമിടയിൽ ഈ പ്രയാസപ്പെടലോ അല്ലെങ്കിൽ തജ്വീദ് അനുസരിച്ച് പാരായണം നിർവഹിക്കലും അത് പാലിക്കാതെ ഇരിക്കലും തമ്മിലുള്ള വ്യത്യാസം, അഥവാ തജ്വീദ് അനുസരിച്ച് പാരായണം ഭംഗിയാക്കുവാൻ ഒരു വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ളത് വലൈസ ബൈനഹു വബൈന തർക്കിഹി ഇല്ലാ റിയാദതു ഇംറിഇൻ ബിഫക്കിഹി. ഒരു മനുഷ്യൻ, ഒരു വ്യക്തി അയാളുടെ താടിയെല്ലുകളെ കൊണ്ട് നിർവഹിക്കുന്ന റിയാദത്ത് മാത്രമാണ്, പരിശീലനം മാത്രമാണ്. അപ്പൊ എന്താ വേണ്ടത്? നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും അത് പരിശീലിക്കുകയുമാണ് വേണ്ടത്. എന്നിട്ട് തകല്ലുഫും തഅസ്സുഫും ഇല്ലാതെ എളുപ്പത്തിൽ പാരായണം നിർവഹിക്കുകയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചു. നമ്മള് എത്തിയിട്ടുള്ളത് ഇതിന്റെ അഡ്മിൻസിനോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഇന്നൊരു പക്ഷേ കുറച്ച് പാർട്ടിസിപ്പൻസ് കൂടാൻ സാധ്യതയുണ്ട്. കാരണം താല്പര്യമുള്ളവർക്ക് ഇതിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ നടത്തി വരുന്ന രാവിലത്തെ ഒരു പാരായണ പഠന ക്ലാസ് ഉണ്ട്. എല്ലാ ദിവസവും രാവിലെ കുവൈത്ത് സമയം, അതായത് സൗദി സമയം 4 മുതൽ 5 വരെ, നാട്ടിലെ സമയം 6:30 മുതൽ 7:30 വരെ നമ്മൾ നടത്തി വരുന്ന ഓൺലൈൻ ക്ലാസ്സിൽ, അതിലുള്ള താല്പര്യമുള്ള പഠിതാക്കൾക്ക് ഈ ക്ലാസ് കേൾക്കാം എന്ന് ഞാൻ ഇന്ന് ഒരു മെസ്സേജ് അയച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ വല്ലവരും, നിങ്ങൾക്ക് അപരിചിതരായ ആളുകൾ ഇതിൽ കയറിയേക്കാം. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തിട്ട് ക്ലാസ്സുകൾ ശ്രദ്ധിക്കണം എന്നാവശ്യപ്പെടുകയാണ്. ഇതിലുള്ള സ്ഥിരം പഠിതാക്കളായ ആളുകൾക്കാണ് ഇതിൽ ഓതാൻ അവസരം ഉണ്ടായിരിക്കുക. അവസാനം ഇൻഷാ അല്ലാഹ് ഏതായിരുന്നാലും ആ ഒരു കാര്യം എല്ലാവരും ഓർമ്മപ്പെടുത്തും. ക്ലാസ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് രാവിലത്തെ ക്ലാസ് പൊതുവായിട്ട് അവാമിനെ ഉദ്ദേശിച്ചുകൊണ്ട്, പൊതുജനങ്ങളെ പാരായണം ചെയ്യാൻ പരിശീലിച്ചിട്ടില്ലാത്ത പൊതുവായിട്ടുള്ള ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിലും അതിൽ വളരെ ഉപകാരപ്രദമായ ക്ലാസുകൾ
നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അറബി പണ്ഡിതന്മാരുടെ ഒക്കെ ക്ലാസ്സുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതും ആവശ്യമുള്ളവർക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ കുവൈത്ത് കേരള ഇസ്ലാഹി സെന്റർ അബ്ബാസിയ സോൺ നടത്തി വരുന്നതായ ഒരു പഠന ക്ലാസ് നടക്കുന്നുണ്ട്. സൗണ്ട് ക്ലിയർ അല്ലേ? ഞാൻ പറയുന്നത് കേൾക്കണ്ടല്ലോ അല്ലേ? ശരി. അപ്പോൾ നമ്മള് സിഫാത്തുൽ ഹുറൂഫിൽ ഇസ്തിഅലാവും ഇസ്തിഫാലും ഒക്കെ മനസ്സിലാക്കി. ളിദ് ആയിട്ടുള്ള വിപരീതങ്ങളായ രണ്ട് സിഫത്തുകളാണ് അൽ ഇത്ബാഖ് വൽ ഇൻഫിതാഹ്. അൽ ഇത്ബാഖ് വൽ ഇൻഫിതാഹ്. ഞാൻ എന്റെ നെറ്റ് ഡിസ്കണക്ട് ആയോ? നിങ്ങൾ കേട്ടോ? സംസാരിച്ച് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നോ? ഒന്നും കേട്ടില്ല. ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഇത്ബാഖ് എന്ന് പറഞ്ഞു തുടങ്ങിയ നിങ്ങൾ കേട്ടിരുന്നോ? ശരി, ഞാൻ നെറ്റ് ഒന്ന് മാറ്റാം. ഒരു 1/2 മിനിറ്റ് എന്നോട് സഹകരിക്കുന്നു. ഇൻഷാ അല്ലാഹ്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ എന്റെ സംസാരം? ഒപ്പം കുഴപ്പമില്ല. ശരി, നമുക്ക് പൂർത്തിയാക്കാം. അൽ ഇത്ബാഖു വൽ ഇൻഫിതാഹ്. ഇത്ബാഖും ഇൻഫിതാഹും. ഇത്ബാഖ് നമ്മൾ ഇന്നലെ പറഞ്ഞു തുടങ്ങിയിരുന്നു. ഇത്ബാഖ് ينحصر الصوت بالحرف المطبق بين اللسان والحنك الأعلى. ഇതാണ് ഇത്ബാഖ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്ബാഖിന്റെ അക്ഷരങ്ങളാണ് സാദ്, ദ്വാദ്, ത, വ. സാദ് എന്നീ 4 അക്ഷരങ്ങളാണ് ഇത്ബാഖിന്റേത്. ബാക്കിയുള്ളവയൊക്കെയും ഇൻഫിതാഹിന്റേതാണ്. ഇവിടെ മുസ്തഅലിം മുൻഫതിഹ് അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ എന്താകുന്നില്ല, അതായത് ഇൻഫിതാഹിന്റെ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ആ രൂപത്തിലേക്ക് ശബ്ദം ഒതുങ്ങുന്നില്ല, മറിച്ച് ഒഴുക്കോടുകൂടി ഒരല്പം തുറന്ന അവസ്ഥയിലാണ് വരുന്നത് എന്നാണ് സൂചിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇൻഫിതാഹ് എന്ന വിപരീത സിഫത്ത് അതിന് നൽകപ്പെടുന്നത്. ഇവിടെ അർഫായ ഖാഫ്, എന്നാൽ അത് ഇൻഫിതാഹുമാണ്, മുസ്തഅലിയാണ്, മുൻഫതിഹാണ്. ഐഡിയിലുള്ള മൈക്ക് അൺമ്യൂട്ട് ആക്കണം. മൈക്ക് മ്യൂട്ട് ചെയ്യണം. ഷാഹിദ സുഹറ എന്ന ഐഡിയിലുള്ള സഹോദരി മൈക്ക് മ്യൂട്ട് ചെയ്യണം. ശരി, സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യണം. സ്ക്രീൻ ഷെയർ ആയില്ലല്ലേ? ഓ ശരി. സ്ക്രീൻ നേരത്തെ പോയോ? ഞാൻ പറഞ്ഞൊന്നും കണ്ടില്ല. ശരി, ഈ ഭാഗങ്ങൾ നമ്മൾ ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. ഇസ്തിഅലാ 2 രൂപത്തിലായിരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അക്ഷരങ്ങളുടെ ഇസ്തിഅലാന്റെ അക്ഷരങ്ങൾ മുസ്തഅലിയത്തും ഉണ്ടാവും, മുസ്തഅലിയ മുത്ബഖ, മുസ്തഅലിയ മുൻഫതിഹ. സ്വാദ്, ദ്വാദ്, ത, വ എന്നീ അക്ഷരങ്ങൾ ഇത്ബാഖുണ്ട്, ഇസ്തിഅലാഉണ്ട് ഈ അക്ഷരങ്ങൾക്ക്. എന്നാൽ ഗൈൻ, ഖ, ഖാഫ് എന്നീ ഇസ്തിഅലാന്റെ അക്ഷരങ്ങൾക്ക് ഇൻഫിതാഹ് ആണുള്ളത്, ഇത്ബാഖ് അല്ല. അപ്പോൾ ഫഹർഫുൽ ഇസ്തിഅലാഇൽ മുത്ബഖ് അശദ്ദു തഫ്ഖീമൻ മിൻ ഹർഫിൽ ഇസ്തിഅലാ അൽ മുൻഫതിഹ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ഇത്ബാഖിന്റെ അക്ഷരങ്ങൾ, മുത്ബഖും മുസ്താലിയുമായ അക്ഷരങ്ങൾ മുൻഫത്തിഹ അക്ഷരത്തെക്കാളും കൂടുതൽ തഫ്ഖീം ഉള്ളതായിരിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമാണ് സിഫാത്തുകൾ പലതിലും ഏറ്റപ്പറ്റ് പുലർത്തുന്നതായിരിക്കും എന്നത്. ഇവിടെ ഉദാഹരണം കൊടുത്തിരിക്കുകയാണ്. ضامر ضامر അല്ലേ? പറഞ്ഞു നോക്ക് നിങ്ങൾ സ്വയം. ضامر ഇത് അശദ്ദു തഫ്ഖീമൻ മിൻ ഗാലിബ്. മനസ്സിലായോ? ഗൈൻ എന്തല്ല? മുത്ബഖല്ല, മുൻഫത്തിഹാണ്, ഇൻഫിതാഹിന്റെ അക്ഷരമാണ്. അതുകൊണ്ട് തന്നെ ഗാലിബ് എന്നതിലെ തഫ്ഖീമിനേക്കാളും കഠിനമായ തഫ്ഖീമാണ് മുത്ബഖായ ഇത്ബാഖോടുകൂടി ഒട്ടിച്ചു വെച്ചുകൊണ്ട്, നാവും അണ്ണാക്കും ചേർത്ത് ഒട്ടിച്ചു വെച്ചുകൊണ്ട് ഉച്ചരിക്കുന്നതായ ദ്വാദിലുള്ളത്. ദ്വാദ്. അതുപോലെ തൂർ, വതൂരി, വതൂരി സൈനാ, അല്ലെങ്കിൽ വതൂരി സീനീൻ. അതിലുള്ള തഫ്ഖീമിനേക്കാളും കുറഞ്ഞ തഫ്ഖീമാണ്, അല്ലെങ്കിൽ അഖഫാണ്, ലഘുതരമായ തഫ്ഖീമാണ് വഖൂമു എന്നതിലുള്ള ഖാഫിലുള്ള തഫ്ഖീം. കാരണം ഖാ മുത്ബഖാണ്, ഖാഫ് മുൻഫത്തിഹാണ് എന്നതുകൊണ്ട്. ദ്വാദും ഖാഫും ഒക്കെ മുത്ബഖായ അക്ഷരങ്ങളാണ്. ഗൈനും ഖാഫും മുൻഫത്തിഹാണ്. സ്വാദ്, ദ്വാദ്, ത്വാ, വ എന്നീ 4 അക്ഷരങ്ങളാണ് അക്ഷരങ്ങൾ. മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ضيز ضيز تلك إذا قسمة ضيز قسمة ضيز. അതുപോലെ إن الشرك لظلم عظيم عظيم. ഈ ضيز عظيم എന്നീ 2 പദങ്ങളിലുമുള്ള, അല്ലെങ്കിൽ 2 ഹർഫുകൾ ദ്വാദ ആയിരുന്നാലും വ ആയിരുന്നാലും അവക്ക് കസ്റ നൽകുമ്പോൾ, ഇകാരം വരുമ്പോഴുള്ള തഫ്ഖീം ഖീല, ഗീദ, ഖീഫ എന്നീ മുൻഫത്തിഹായ അക്ഷരങ്ങൾക്ക് ഉള്ളതിനേക്കാളും കൂടുതലാണ്. താരതമ്യേന തഫ്ഖീം നിസ്ബിയായ കസ്റ ഇകാരം അക്ഷരത്തിന് നൽകപ്പെടുമ്പോൾ ഉള്ള തഫ്ഖീം നിസ്ബിയാണ്, ഏറ്റവും കുറഞ്ഞ തഫ്ഖീമാണ്. അതിൽ തന്നെ ഇത്ബാഖിന്റെ അക്ഷരങ്ങളാകുമ്പോൾ അതിന് കൂടുതൽ ഒരു ഹെവി ആയിട്ടുള്ള, മറ്റതിനേക്കാളും അശദ്ധായ അവസ്ഥയായിരിക്കും എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മള് ദിദ്ദില്ലാത്തതായ, വിപരീതങ്ങളല്ലാത്ത സിഫാത്തുകളിലേക്കാണ് പ്രവേശിക്കുന്നത്. വളരെ വേഗത്തിൽ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇൻഷാ അല്ലാഹ്. സഫീർ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സിഫത്ത്. ഹിദ്ദത്തുൻ, മൂർച്ച അല്ലെങ്കിൽ കൂർത്തു വരിക എന്നാണ് ഹിദ്ദത്ത്. ഫി സൗത്തിൽ ഹർഫി, അക്ഷരത്തിന്റെ ശബ്ദത്തിൽ. തൻശഉ അൻ മുറൂരിഹി ഫി മജ്റൻ ദയ്യിഖ്, അതിന്റെ ഇടുങ്ങിയ സ്ഥാനത്തിൽ കൂടെ അതിന്റെ സഞ്ചാരം ഉണ്ടാകുമ്പോൾ, ആ അക്ഷരത്തിന്റെ ഉച്ചാരണം വരുമ്പോഴുണ്ടാകുന്നതായ ഒരു ശബ്ദമാണ് സഫീർ. സഫീർ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചൂളം വിളി എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം വരുന്നത്. അതിന്റെ അക്ഷരങ്ങൾ 3 എണ്ണമാണ്. സ്വാദ്, സീൻ, സായി. സ്വാദ്, സീൻ, സായി. സ്വാദ്, സീൻ, സായി. ഇതിന്റെ തദ്രീബ് ഒരു പക്ഷെ പിന്നീട് വരുന്നുണ്ടാവും. ഏതായിരുന്നാലും ഈ 3 അക്ഷരങ്ങൾക്കും എന്തുണ്ട്? സഫീർ ഉണ്ട്. സഫീർ ഇല്ലെങ്കിൽ ഇവ ഈ അക്ഷരങ്ങൾ അല്ലാതായി മാറുകയാണ്. ഇല്ലേ? ഇവ 3ലും എന്തുണ്ട്? സഫീർ ഉണ്ട്. ഈ സഫീറോട് കൂടിയാവണം, ശരിയായ വിധത്തിലായിരിക്കണം നമ്മൾ പാരായണം ചെയ്യേണ്ടത്. അതാണ് എനിക്ക് എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്. സൂക്ഷിക്കുക. നമ്മൾ ഓതുന്നതും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നതും മുഹഫ്ഫളീങ്ങളാണ് എന്റെ മുമ്പിലുള്ളത്. നിർബന്ധമായി നമ്മൾ ഈ സിഫാത്തുകൾ ശ്രദ്ധിച്ചുകൊണ്ട് ശരിയായ വിധത്തിലായിരിക്കണം പാരായണം ചെയ്യേണ്ടത്. സഫീർ വന്നിട്ടില്ല, മഖ്റജ് ശരിയായിരിക്കാം, പക്ഷെ എന്താണ്? സ്വാദിന്റെ ആ സഫീർ വന്നിട്ടില്ല എന്നതാണ് ഇതിലുള്ള കുഴപ്പം. അതുപോലെ തന്നെ സീനും
അതുപോലെ തന്നെ സായും അത് എന്ന് സഫീർ വ്യക്തമാവാതെയോ ഉച്ചരിച്ചു കഴിഞ്ഞാൽ അക്ഷരത്തിന്റെ ശരിയായ ശബ്ദമായിട്ടില്ല, ഉച്ചാരണമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഖൽഖല എന്നതാണ് വിപരീതമില്ലാത്തതായ മറ്റൊരു സിഫത്ത്, രണ്ടാമത്തെ സിഫത്ത്. ഈ സിഫത്ത് അങ്ങനെ ഇളകുക, വിറയോടുകൂടിയുള്ള ഒരു ചലനം, ഒരു ഇളകൽ, ഇളക്കം, ചലനം എന്നൊക്കെയാണ് ഖൽഖലയുടെ ഭാഷാർത്ഥം. തഖൽഖലത്തിൽ ഖിദ്റു അലൻ നാർ എന്ന് അറബികൾ പറയുന്ന, അതായത് ഇങ്ങനെ പാത്രം, ചട്ടി അല്ലെങ്കിൽ കുടുക്ക ഈ അടുപ്പത്ത് വെച്ച് ഇങ്ങനെ ഇളകി അതിൽ ഇങ്ങനെ തിളച്ചു മറിഞ്ഞു, അതിനെ തഖൽഖലത്ത് എന്ന് പ്രയോഗിക്കുന്ന പറഞ്ഞത്. ഏതായിരുന്നാലും ഖൽഖല എന്ന് പറഞ്ഞ ഭാഷയിൽ ഇളകുക, ചലിക്കുക എന്നാണ്. ഇസ്തിലാഹൻ സാങ്കേതികമായി ഹുവ ഇഖ്റാജുൽ ഹർഫിൽ മുഖൽഖൽ, മുഖൽഖലായ ഖൽഖല നൽകി ഉച്ചരിക്കപ്പെടുന്ന അക്ഷരത്തെ പുറത്ത് കൊണ്ടുവരിക, ഉച്ചരിക്കുക, പുറപ്പെടുവിക്കുക. ഹാലത്ത് സുകൂനി, അതിന് സുക്കൂൻ വരുമ്പോൾ, ഉച്ചരിക്കുന്ന രണ്ട് അവയവങ്ങളിൽ നിന്നും വിടർത്തിക്കൊണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് തട്ടിയതിന് ശേഷം പിന്നെ ശബ്ദം ഇങ്ങനെ വേർതിരിഞ്ഞുകൊണ്ടാണ് വരുന്നത്. دون أن يصاحبه شائبة حركة من الحركات الثلاث, ഹറക്കത്തുകളിൽ നിന്നുള്ള യാതൊരു കലർപ്പും അതിൽ ചേരാതെ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിനകത്ത് തദ്രീബ് വരുന്നുണ്ട് താഴെ, പരിശീലനം. അതായത് എന്താ പറഞ്ഞത്? അല്ലേ, وفتحت السماء فكانت أبوابا فكانت أبوابا എന്ന് പറയുമ്പോ എന്ന് പറയുമ്പോ ഫത്ഹയുടെ ഹറക്കത്തിന്റെ ഒരു അല്പം അതിൽ ചേർന്നു. നയിപ്പോയി. ബ എന്ന് പറയുന്നതിനോട് സാമ്യമായ ഒരു ശബ്ദം. പറയരുത്. എന്ന് കസ്റായി പറയരുത്. അബുവാബ എന്ന് ദമ്മിനോട് സാമ്യമായ ശബ്ദവുമാവരുത്. അതാ പറഞ്ഞത് ദൂന അൻ യുസാഹിബഹു ശായിബത്തു ഹറകത്തിൻ മിനൽ ഹറകാത്തി സലാത്ത് എന്ന് പറഞ്ഞത്. മൂന്ന് ഹറക്കത്തുകൾ ഫത്ഹ, ദമ്മ, കസ്റ, അകാരം, ഉകാരം, ഇകാരം, ഇവയിലെ ഏതെങ്കിലും അല്പം ഇതിലേക്ക് ചേർന്നുകൊണ്ട് അബിവബ എന്ന് ചിലർ പറയും. തെറ്റാണ് അങ്ങനെ പറയുന്നത്. അബി ബി എന്ന് കസ്റ പോലെ, അബുവബ ദമ്മ പോലെ, അല്ലെങ്കിൽ അബവബ എന്ന് ഫത്ഹ പോലെ. അങ്ങനെയല്ല. ബ് എന്ന് വ്യക്തമാക്കി സുക്കൂന് തന്നെ പറയണം എല്ലാ അക്ഷരങ്ങൾക്കും. അപ്പൊ അബ് എന്ന് ചുണ്ടുകൾ ചേർന്ന് പിന്നെ ആ ശബ്ദം ഇങ്ങനെ വേർപിരിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. ചലനമാണ് അതിന്റെ അർത്ഥം. ശബ്ദചലനം, അക്ഷരം ഉച്ചരിക്കുമ്പോഴുള്ള ശബ്ദചലനമാണ് സാങ്കേതികമായി ഉദ്ദേശിക്കുന്നത്. അത് വ്യക്തമാക്കിക്കൊണ്ട് ഹറക്കത്ത് പോലെ ചലിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. ഖുതുബ് ജദ് എന്ന 5 അക്ഷരങ്ങളാണ് ഹുറൂഫുൽ ഖൽഖല എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ 5 അക്ഷരങ്ങളെയും സുക്കൂൻ നൽകി ഉച്ചരിക്കുമ്പോൾ എന്ത് ചെയ്യണം? ശബ്ദം വ്യക്തമാക്കി ചലിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. ശരി. ഖൽഖലക്ക് 2 മർത്തബകളാണുള്ളത്. ഒന്ന് കുബ്ര, അൽ ഖൽഖല അൽ കുബ്ര, വലിയ ഖൽഖല. അത് ഈ അക്ഷരത്തിൽ വഖഫ് ചെയ്യുമ്പോഴാണ്. അൽ ഫലഖ്, മുഹീത്ത്, കസബ്, ബഹീജ്, അഹദ് എന്നിങ്ങനെ വഖഫ് ചെയ്യുമ്പോൾ ഖൽഖല കൂടുതൽ പ്രകടമാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഖൽഖല, ഇതിന് ഖൽഖല കുബ്ര എന്നാ പറയുക. ഖൽഖല കുബ്ര. ഇത് ശ്രദ്ധ നൽകി വഖഫ് ചെയ്യുമ്പോഴാണെങ്കിലോ ഹഖ്, വതബ്, അൽ ഹജ്ജ്, അശദ്, ശ്രദ്ധ നൽകിക്കൊണ്ടുള്ള പദങ്ങൾ താരതമ്യേന ഖുർആനിൽ കുറവാണ്. പാരായണത്തിൽ കുറഞ്ഞ പദങ്ങൾ മാത്രമാണ് താരതമ്യേന
ദ്വിത്വം നൽകി വഖഫ് ചെയ്യപ്പെടുന്നതുണ്ടാവുക എന്നതും ശ്രദ്ധേയമാണ്. ഏതായിരുന്നാലും അവിടെയും കൂടുതൽ വ്യക്തമാക്കി ഖൽഖല കുബ്രയാണ് നൽകപ്പെടുക. രണ്ടാമത്തേത് സുഗ്റ, അതായത് മധ്യത്തിൽ പാരായണത്തിന്റെ അടുക്ക് ഇങ്ങനെ വരികയാണ്, നിർത്തുന്നില്ല. യഖ്ദി, യുത്ഇമു, യുബ്സിറൂൻ, വതജ്അലൂൻ, യദ്ഖുലൂൻ, ലിയുൻഫിഖു. സൂറത്തു ത്വലാഖിൽ അവിടെ ഒരാൾ വഖഫ് ചെയ്യുകയാണെങ്കിലോ അപ്പൊ ഖൽഖല കുബ്രയായി. ചേർത്തോതുമ്പോൾ ഖൽഖല സുഗ്റയായി. അല്ലെ, ലിയുൻഫിഖ പദത്തിന്റെ അന്ത്യത്തിലാണ്, അവിടെ ഒരാൾ നിർത്തി, അപ്പൊ ഖൽഖല കുബ്ര. ലിയുൻഫിഖ ദൂ സഅതിൻ മിൻ സഅതിഹി വലാ തുശ്തിത വലാ തുശ്തിത വഹ്ദിനാ എന്ന് ചേർത്തോതുമ്പോൾ ഖൽഖല സുഗ്റ. യഖ്റുജ് മിൻ ഖദ് അഫ്ലഹ. മറ്റൊന്ന്, ഇത് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്, ഇതില് ശ്രദ്ധിക്കേണ്ടത്, ഇദ്ഗാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ആ ഭാഗത്തേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. ഇദ്ഗാം മുത്തമാസിലെയും മുത്തജാനിസൈനും ഒക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാവും. നമ്മളെ മഖാരിജും സിഫാത്തുമായി ബന്ധപ്പെടുന്നില്ല. അത് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇവിടെ ഇദ്ഗാമോട് കൂടിയാണ് ഈ അക്ഷരങ്ങളൊക്കെയും ശ്രദ്ധ ഉള്ളത് കൊണ്ട് ഉച്ചരിക്കുന്നത് എന്നാണ്. അത് ചേർത്ത് ഓതാതെ ഇദ്ഗാം അഴിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇതിൽ ഖൽഖല ഉണ്ടാവുകയില്ല എന്നാണ് സൂചിപ്പിച്ചത്. പ്രത്യേകിച്ച് അവസാനത്തെ ലൈനിലുള്ള പദങ്ങളെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പദങ്ങളിൽ എന്താണുള്ളത്? ഇദ്ഗാം നാഖിസാണ്, ഇദ്ഗാം നാഖിസാണ്, ഇദ്ഗാം കാമിലല്ല. ഇദ്ഗാം മുത്തജാനിസൈനി സഗീർ ആണ്, പക്ഷെ ഇദ്ഗാം കാമിലല്ല, ഇദ്ഗാം നാഖിസാണ്. കാമിലാണെങ്കിൽ മാത്രമാണ് മുദ്ഗം ഫീഹി ആയ ഹർഫിന് ശ്രദ്ധ ഉണ്ടാവുക. തായിന് ഇതിൽ ശ്രദ്ധ ഇല്ല. ഇതിലുള്ള തായിന് ശ്രദ്ധ ഇല്ലാതെ അല്ലെങ്കിൽ ശ്രദ്ധ ഇല്ലാതെയാണ് ഉച്ചരിക്കേണ്ടത്. എന്ന് ശ്രദ്ധ വരരുത്, കാരണം ഇദ്ഗാം അപൂർണമാണ്, ഭാഗികമാണ്. സാന്ദർഭികമായി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. നമ്മുടെ മഖാരിജ് സിഫാത്തിൽ വരുന്നതല്ല, എന്നാലും ഇദ്ഗാം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്നാൽ ഇദ്ഗാം കാമിലുണ്ട്. ഏതുപോലെ അബത്തും, അബദത്തും എന്നുള്ളത് അബത്തും. അവിടെ ഇദ്ഗാം അബദ് ശരിക്ക് ഖൽഖല നൽകേണ്ട അക്ഷരമാണെങ്കിലും അവിടെ പൂർണ്ണമായി ഇദ്ഗാം കൊടുക്കുകയാണ്. അപ്പോൾ തായിന് ശ്രദ്ധ കൊടുത്തുകൊണ്ട് അബത്തും തും എന്ന് ശ്രദ്ധയോടുകൂടി പറയണം. ഇവിടെ ആണെങ്കിലോ മുദ്ഗമായ അക്ഷരമായ തായിന് തഫ്ഖീം നിലനിർത്തിക്കൊണ്ട്, അതിന്റെ ഇത്ബാഖ് ഇസ്തിഅല സിഫത്തുകളൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് പറയേണ്ടത്. തായിന് ശ്രദ്ധ ഇല്ലാതെ എന്ന് ഉച്ചരിക്കേണ്ടതാണ്. عند الوقف على حرف قلقلة مشدد حق فإن القلقلة تكون للثاني منهما. ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ അദ്ദേഹം സൂചിപ്പിക്കുന്നത്, ഐമൻ സുവൈദ് പറയുകയാണ്, എന്ത് ഹഖ് വതബ് അൽ ഹജ്ജ് അഷദ് എന്നീ പദങ്ങളിൽ വഖഫ് ചെയ്യുമ്പോൾ അതിൽ രണ്ടക്ഷരങ്ങളാണ്. അല്ലേ, നമ്മൾ സൂചിപ്പിച്ചാണല്ലോ. ദ്വിത്വം നൽകപ്പെടുന്ന അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് രണ്ടെണ്ണം ചേർന്നതാണ്. ആദ്യത്തേതിന് സുക്കൂനും രണ്ടാമത്തേതിന് ഹറക്കത്തും. എന്നത് അപ്പൊ ഇതിലെ രണ്ടാമത്തെ അക്ഷരത്തിലാണ് ഖൽഖല നൽകേണ്ടത് എന്നതാണ് പ്രത്യേകം സൂചിപ്പിക്കുന്നത് എന്നാണ്. ഖൽഖല തകൂനു ലിസ്സാനി മിൻഹുമാ, ഈ രണ്ടക്ഷരങ്ങളിൽ രണ്ടാമത്തേത്. കാരണം ഇത് മുദ്ഗമാണ്, ലയിപ്പിക്കപ്പെട്ട അക്ഷരങ്ങളാണ്. അതുകൊണ്ട് ഹഖ് വതബ് ഹജ്ജ് അഷദ് എന്ന രണ്ടാമത്തേതായ അക്ഷരത്തിലാണ് തഫ്ഖീം ഖൽഖല നൽകേണ്ടത്. അൽ ഹജ്ജ് ബഹീജ് എന്നതും ഖൽഖലയിൽ ഒരേപോലെയാണ്, വ്യത്യാസമില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്.
ഖൽഖല ഉച്ചരിക്കുമ്പോൾ ചിലർക്ക് വരുന്ന അബദ്ധങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നു. ഒന്ന്, ഖൽതു സൗതിയ ബിഹറകത്തിൻ മിനൽ ഹറകാത്തി സലാത്ത് നമ്മൾ സൂചിപ്പിച്ചു. ലഖദ് കാന എന്ന് സുകൂനിന് പകരം ലഖദ് കാന എന്ന് ഫത്ഹ പോലെ പറയാം, അല്ലെങ്കിൽ ലഖദി കസ്ർ, ലഖദു ദമ്മ് പോലെ പറയാം. അങ്ങനെ ഒരു ഹറക്കത്ത് അതിലേക്ക് മിക്സ് ആക്കിക്കൊണ്ട് പറയാം, ഖൽത്ത് ചെയ്തുകൊണ്ട് അതിൽ കലർത്തിക്കൊണ്ട് പറയുന്ന രീതി തെറ്റുകളാണ് ഇവിടെ പറയുന്നത്. നമ്പർ 1, ലഖദ് തുബിതും അല്ലെങ്കിൽ തുബൂതും എന്നൊന്നും പറയരുത്. തുബിതും ഇബ്രാഹീമ. അതുപോലെ രണ്ടാമത്തേത് ഖത്മു സൗതിഹ ബിഹംസ, ഹംസ കൊണ്ട് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞത്. അഹദ് എന്ന് പെട്ടെന്നൊരു ശിദ്ദത്തോടുകൂടി അവസാനിപ്പിക്കുമ്പോ അവിടെ ഒരു ഹംസ ഉച്ചാരണത്തിൽ ഉണ്ടാകുന്നു. അസ്സമദ് എന്ന് പെട്ടെന്ന് അവസാനിപ്പിക്കാം, ഒരു എന്താ പറയാ, ഒരു ശിദ്ദത്തോടു കൂടി. അപ്പൊ അവിടെ ഹംസ ഉച്ചാരണത്തിൽ പുതുതായി ഉണ്ടാകുന്നു. മൂന്നാമത്തേത് മത്തു സൗതിഹ വ തത്വീലുഹു അൻ ഹദ്ദിഹി. അഹദ് ഒരു എന്താ പറയാ, ഒരു ഈണം കൂടുതൽ കൊടുത്തുകൊണ്ട് അസ്സമദ് എന്നിങ്ങനെ പറയാം. നാലാമതായിട്ട് ഖൽഖലയുടെ ആ അക്ഷരത്തെ, അതിന്റെ ആ ഖൽഖല എന്ന ശബ്ദത്തെ മുറിച്ചു കളഞ്ഞുകൊണ്ട് പറയാം. യഖ്ദി യുബ്സിറൂൻ യദ്ഖുലൂൻ എന്ന് പറയുക. ഈ 4 തെറ്റുകളും ഖൽഖലയിൽ വരുന്നതാണ് എന്നാണ് സൂചിപ്പിച്ചത്. അടുത്തതായി മൂന്നാമത് പഠിക്കുവാനുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന സിഫത്താണ് ലീൻ. ലീൻ എന്ന് പറഞ്ഞാൽ ലോലമാവുക, അയവ് വരിക എന്നൊക്കെയാണ് ഭാഷാർത്ഥം. സിഫത്തുൻ ഉത്ലിഖത് അലൽ വാവി വൽ യാഇ സാകിനതൈൻ അൽ മഫ്തൂഹി മാ ഖബലഹുമാ ബിസബബി സുഹൂലതി ജർയിഹിമാ ഫിൽ മഖ്റജ്. മഖ്റജിൽ നിന്നും അവ എളുപ്പത്തിൽ ഉച്ചരിക്കപ്പെടുന്നതിനാൽ സാക്കിനത്തായ വാവും യാവും അൽ മഫ്തൂഹു മാ ഖബലഹുമാ, തൊട്ട് മുമ്പിലുള്ള അക്ഷരത്തിന് ഫത്ഹ ഉണ്ടെങ്കിൽ, അകാരമുണ്ടെങ്കിൽ ഈ അക്ഷരങ്ങൾക്ക് നൽകപ്പെടുന്നതായ ഒരു സ്വരവിശേഷണം, ഒരു സിഫത്താണ് ലീൻ എന്നത്. ഉദാഹരണം ഖൗഫ്. വാവ് സാക്കിനത്താണ്, മാഖബൽ മഫ്തൂഹാണ്. വാവിന് സുക്കൂനുണ്ട്, മുമ്പിലുള്ളതിന് ഫത്ഹയുണ്ട്. ഖൗം, വാവിന് സുക്കൂനും മുമ്പിൽ ഫത്ഹയുമുണ്ട്. അൽ ബൈത്ത്, യാഇന് സുക്കൂൻ മുമ്പിൽ ഫത്ഹ. ഖുറൈശ്, യാഇന് സുക്കൂൻ മുമ്പിൽ ഫത്ഹ, അകാരമുണ്ട്. ഇങ്ങനെ വരുന്ന സന്ദർഭത്തിലാണ് ഈ അക്ഷരത്തെ ലീനിന്റെ അക്ഷരം എന്ന് പറയുക. ഈ ദീർഘത്തിന് മദ്ദുല്ലീൻ, ലീനിന്റെ ദീർഘം എന്നാണ് പറയുക. ഖൗഫ് ആരിദായ ജായിസ ദീർഘമാണ് അല്ലെ. ഖൗം, അൽ ബൈത്ത്, അ ബൈ ഖൗ എന്നുള്ള ലോലമായ ആ അയവോടുകൂടിയുള്ള ശബ്ദത്തിനാണ് അല്ലീൻ എന്ന് പേര് വിളിക്കുന്നത്. വീണ്ടും നാലാമത്തെ ഒരു സിഫത്താണ് അൽ ഇൻഹിറാഫ്. മൈലു സൗത്തിൽ ഹർഫി ലിഅദമി കമാലി ജറയാനിഹി ബിസബബി ഇഅ്തിറാദി ലിസാൻ തരീഖഹു. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്ഷരത്തിന്റെ ശബ്ദത്തെ വ്യതിചലിപ്പിക്കുക, ചായ്ക്കുക. ഇൻഹിറാഫ് എന്ന് പറഞ്ഞ വ്യതിചലനം എന്ന അർത്ഥം. ഇൻഹിറാഫ് എന്ന് പറഞ്ഞ വ്യതിചലനം. ലിഅദമി കമാലി ജറയാനിഹി, അതിന്റെ ഒഴുക്ക് പൂർണ്ണമാവാൻ, നാവ് അതിന്റെ ആ വഴിയെ തടസ്സപ്പെടുത്തുന്നതുകൊണ്ട്. ഇതിന്റെ 2 അക്ഷരങ്ങളാണ് ഇൻഹിറാഫിനുള്ളത്, ലാമും റാവും. ഇവിടെ മനസ്സിലാക്കാം നമുക്ക്. ലാം ഉച്ചരിക്കുമ്പോ അൽ എന്ന് പറയുമ്പോ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നോക്കുക, നാവിന്റെ